അധ്യയനം പൂർത്തീകരിച്ച് സ്കൂളിൽ നിന്നുള്ള പടിയിറക്കം ഒരു വേറിട്ട രീതിയിലാവണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു പരിപാടിയുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നത്. 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ മുഴുവൻ പേരും ചേർന്ന് സ്കൂളിനു ചുറ്റും അലക്ഷ്യമായി കിടന്ന അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് SSLC ബാച്ചിന്റെ പേരിലുള്ള പ്രത്യേക വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുകയായിരുന്നു. ഒരു മിഠായി കടലാസ് പോലും സ്കൂൾ അങ്കണത്തിൽ ബാക്കി വെച്ചില്ല. ഇത് ഉദ്ദേശിക്കുന്നത് വരുന്ന ഇനിയിപ്പം 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്കാകുന്ന കുട്ടികളുണ്ട്. അവരും കൂടെ സ്കൂള് ശുചീകരിച്ച് മനോഹരമായി വെക്കാൻ. ഈ സ്കൂൾ പടിയിറങ്ങി കഴിഞ്ഞാലും ഞങ്ങൾ സ്കൂളിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇവിടെ ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക്കുകളും മുട്ടായി കടലാസും എല്ലാം ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും ഈ സ്കൂൾ വൃത്തിയാക്കി സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. ഇനിയും ഞങ്ങൾ ഈ മുറ്റത്തേക്ക് വരും. എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ പിൻബലവും ഉണ്ടാവും. ഇത് ആവർത്തിച്ചുകൊണ്ടാണ് 10ാം തരത്തിലെ ഓർമ്മകളുമായി അവർ യാത്ര ചോദിച്ചത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാരയുണ്ട് നമുക്ക് കോഴിക്കോട്. നയൻതാര, നേരത്തേക്കാണെങ്കിൽ ഓട്ടോഗ്രാഫൊക്കെ എഴുതി കരഞ്ഞു പിഴിഞ്ഞാണ് അല്ലേ 10ാം ക്ലാസ്സും അല്ലെങ്കിൽ കോളേജും പ്ലസ് ടു ഒക്കെ കഴിയാറ്. ഇപ്പോൾ പക്ഷേ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി അങ്ങനെ കരയേണ്ട ഒരു സാഹചര്യമില്ല, എല്ലാവരും അടുത്തടുത്തുണ്ടെന്നുള്ള ഫീലാണ്. പക്ഷെ അവർ ഓർമ്മിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തു. വളരെ നല്ല കാര്യം. അധ്യാപകരുടെ കൂടി ഒരു പിന്തുണയോടെയാണോ ഇങ്ങനെ തീരുമാനിച്ചത്? ദിവിഷ പറഞ്ഞ പോലെ എൻ്റെയൊക്കെ ഓർമ്മയിൽ ഇതുപോലെ ഓട്ടോഗ്രാഫ് എഴുതിയോ, അതുപോലെ എൻ്റെ മുമ്പുള്ള തലമുറക്കാരൊക്കെ ചേട്ടൻ ചേച്ചിമാരൊക്കെ പറഞ്ഞ കഥ പ്രകാരം അവർ ഈ സ്കൂളിലെ ബെഞ്ചൊക്കെ അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചിട്ടൊക്കെ ആയിരുന്നു വരുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതെ 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 അങ്ങനത്തെ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാതൃകാപരമായ ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. ഒരുപക്ഷെ ഇത് കാണുന്നവർ അത്ഭുതപ്പെടുന്നുണ്ടാകും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കുട്ടികൾ ചെയ്യുമെന്നുള്ളത്. തീർത്തും പറയാതിരിക്കാൻ പറ്റില്ല. മാതൃകാപരമായ കാര്യം തന്നെയാണ്. തങ്ങൾ പഠിച്ച് ഇറങ്ങിയ സ്കൂളിനെ സുന്ദരിയാക്കിക്കൊണ്ട്, ദിവിഷ് പറഞ്ഞ പോലെ സുന്ദരിയാക്കിക്കൊണ്ട് ആണ് അവർ ആ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നത്. സ്കൂളിനും പരിസരത്തുമുള്ള വേസ്റ്റുകൾ, അതായത് ഒരുപാട് പേപ്പറുകളുണ്ടാവും, ഒരുപാട് ചപ്പ് ചവറുകളുണ്ടാവും, അതെല്ലാം ഒരു വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ച് സ്കൂളിനെ അതിമനോഹരമാക്കിയാണ് അവർ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നത്. അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഈ അധ്യയന വർഷം പൂർത്തിയാക്കി ഇറങ്ങുന്ന സമയത്ത് വേറിട്ട, അതായത് വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യം സ്കൂളിന് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സ് നിറയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തത്. തികച്ചും നമുക്ക് ശരിക്കും ഒരു കയ്യടി തന്നെ ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാം. അവർ പറയുന്നുണ്ടല്ലോ, ഇനി വരുന്ന, അതായത് ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി 10ാം ക്ലാസ്സിലേക്ക് വരുന്നു. അവർ പടിയിറങ്ങുമ്പോഴും അല്ലെ അവർ ഇനി പുതിയൊരു ക്ലാസ്സിലേക്ക് വരുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ സ്കൂളിനെ സ്വന്തം വീട് അല്ലെങ്കിൽ സ്വന്തം എന്ന രീതിയിൽ തന്നെ സ്കൂളിനെ കൊണ്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഒരു പ്രവർത്തനം മറ്റുള്ള വിദ്യാർത്ഥികളും മാതൃകയാക്കുക. പിന്നെ വേറെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ഒരുപാട് കയ്യടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സംഭവം വാർത്തകളിൽ വന്നിട്ടില്ല. ഈ ഒരു സാധനം നമ്മൾ വാർത്ത ചെയ്യുന്നതോടുകൂടി കൈയടി കിട്ടും എന്ന കാര്യത്തിൽ നല്ല കുട്ടികൾ ഈ സ്കൂൾ വിട്ടാലും ഞങ്ങൾ ആ സ്കൂളുമായിട്ടുള്ള ബന്ധം തുടരുമെന്ന് ആ കുട്ടികൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആശംസകളും. പുതിയ കോഴ്സിനൊക്കെ പോവുകയല്ലേ കുട്ടികൾ.